ഈ കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ജനറേഷൻ വൈസ് കുറെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ അതിനകത്ത് ബോഡി ഷേമിങ് അങ്ങനെയുള്ള കുറെ എലമെന്റ്സും കാര്യങ്ങളും കൂടെ അതിനകത്ത് വരുന്നുണ്ട് അല്ലെ? അപ്പൊ അത് കുറച്ചും കൂടെ ഇപ്പം കോമഡി കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജോണറായിട്ട് മാറുകയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? കോമഡി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ശരിയാ, നമുക്ക് ഒരാളെ കരയിപ്പിക്കാല്ലേ. കാരണം നമുക്ക് നമ്മുടെ ഒരു വിഷമം പറഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ട് അരി വാങ്ങാൻ പറ്റാതെ സ്കൂളിൽ നടന്നുപോയി കീറിയ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും, വിഷമം വരും. പക്ഷേ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അത് ഫലിപ്പിക്കാതെ തന്നെ വേണം. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു തെങ്ങിൻ്റെ ഓല, അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു ഒരു അതിനെന്താ പറയണത്, മടൽ അല്ലേ? പല പേരാണ് അതിന് എന്താ പറഞ്ഞത്. അത് മടൽ ഒരു സിനിമയിൽ ആ തുടക്കം മുതലേ ആ സാധനം കണക്ട് ചെയ്താൽ മാത്രമേ ഹ്യൂമർ ഫുൾ അങ്ങ് അവസാനം വരെ എന്ത് കാണിച്ചാലും ചിരിക്കും. പക്ഷേ ഹ്യൂമർ എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങനെയാണ്, അത് കണക്റ്റ് ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും കൂടുതൽ അന്നും എന്നും ചെയ്യാൻ. ഇപ്പം മമ്മൂക്കാൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, മമ്മൂക്കാക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പാട് ഹ്യൂമറായിരുന്നു. ഹ്യൂമർ ചെയ്യുമ്പോൾ പുള്ളി മറ്റേ കോക്കറി കാണിക്കുമ്പോഴൊക്കെ പുള്ളിക്ക് തോന്നുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിയാണ്, അത് ഹ്യൂമർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയസ് നമുക്ക് ചെയ്യാം, എല്ലാവർക്കും പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.